Hi everyone, my name is Rasha, an English language expert here at CLC, the pioneers in English language training in Calicut and Manjeri, and welcoming you all to this wonderful session on IELTS writing. നമുക്കറിയാം IELTS റൈറ്റിംഗ് നമ്മൾ IELTSലെ 4 മൊഡ്യൂൾസിൽ ഒന്നാണ്. ആൻഡ് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി മുമ്പ് ഷെയർ ചെയ്തതാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റൈറ്റിംഗ് മൊഡ്യൂളിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് ടാസ്ക് 2നെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ടാസ്ക് 2 എന്ന് പറഞ്ഞാൽ ടാസ്ക് 1നോട് കമ്പയർ ചെയ്യുമ്പോൾ ടാസ്ക് 2 ആണ് കുറച്ചധികം നമ്മൾ ഇമ്പോർട്ടൻസ് ആൻഡ് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. ബിക്കോസ് ഓഫ് കോഴ്സ് നാച്ചുറലി അതിനാണ് കുറച്ചുകൂടെ വെയിറ്റേജ് ഉള്ളത്. ഓക്കെ, നമുക്ക് ടാസ്ക് 2ൻ്റെ സ്കോറ് ദേ കൗണ്ട് ട്വൈസ്, 2 ടൈംസ്, 2 പ്രാവശ്യമാണ് ഒരു ടാസ്ക് 2ൻ്റെ സ്കോറ് കൗണ്ട് ചെയ്യുന്നത്. മറിച്ച് ടാസ്ക് 1ൻ്റെ സ്കോറ് ഒരു പ്രാവശ്യമാണ് കൗണ്ട് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കിയിട്ടാണ് നിങ്ങൾ റൈറ്റിംഗ് മൊഡ്യൂളിൻ്റെ സ്കോറ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ always be mindful when you write task 2. Okay, so അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം that is compared to your task 1, task 2നാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇനി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ഇതിൻ്റെ ഒരു വേ ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടാസ്ക് 2ന് നമുക്ക് ടോട്ടൽ 1 hourൽ 40 minutes ആണ് നമ്മൾ ഈ ടാസ്ക് 2ന് സ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, that doesn't mean that 40 minutes കഴിഞ്ഞാൽ നിങ്ങൾ പേപ്പർ കളക്ട് ചെയ്യും, അങ്ങനെയൊന്നുമല്ല. ഓവറോൾ യു ആർ given 1 hour for your writing module. പക്ഷേ അതിൽ വെയിറ്റേജ് കൂടുതലുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ടാസ്ക് 2 ആയതുകൊണ്ട് തന്നെ 40 minutes ഇതിന് യൂസ് ചെയ്യുക, 20 minutes ടാസ്ക് 1നും യൂസ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി. അതുപോലെ തന്നെ എക്സാമിനും ടാസ്ക് 2 ആദ്യം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് ടാസ്ക് 1 എഴുതുക. ബിക്കോസ് വെയിറ്റേജ് കൂടുതലുള്ളത് ലെറ്റ് ഇറ്റ് ബി ഇൻ എ പെർഫെക്റ്റ് വേ. സോ അത് നമുക്ക് കൂടുതൽ ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റും. അതൊരു 40 minutes മാക്സിമം. ഓക്കെ, പിന്നെ ടാസ്ക് 2 നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് അറ്റ്ലീസ്റ്റ് ഇൻ 250 words, മിനിമം 250 words എങ്കിലും എഴുതാം. പക്ഷേ മാക്സിമം ഒരു ലിമിറ്റേഷൻ അങ്ങനെ പറയുന്നില്ല. എന്നാൽ പോലും നമുക്കൊരു 40 minutesൻ്റെ ഉള്ളിൽ എഴുതാൻ പറ്റുന്ന എസ്സേ നമുക്കറിയാലോ, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും എഴുതണ്ട. മേക്ക് ഇറ്റ് ബിറ്റ്വീൻ 250 to 300. ഓക്കെ, ഈ 250 to 300 വേർഡ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു എസ്സേ യു ക്യാൻ റൈറ്റ്. ടാസ്ക് 2ൽ നമുക്ക് ഷോർട്ട് എസ്സേസ് ആണ് നിങ്ങളെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഷോർട്ട് എസ്സേസ്. ഇനി ലെറ്റ് മീ ടെൽ യു വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ഗെറ്റ്. ഓക്കെ, ടാസ്ക് 2ൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണലി നോട്ടീസ്ഡ് ആയിട്ടുള്ള certain scenario. Okay, scenario especially of contemporary മാറ്റേഴ്സ്. ഇതായിരിക്കും നമുക്ക് ടാസ്ക് 2ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ. ഇത് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. ബേസിക്കലി ഓർ ജനറലി പറയുകയാണെങ്കിൽ ഒരു 3 or 4 ടൈപ്സ് ഓഫ് ടാസ്ക് 2 ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒപ്പീനിയനേറ്റഡ് ക്വസ്റ്റ്യൻ, കോസസ് ആൻഡ് സൊല്യൂഷൻ, ഡിസ്കഷൻ ടൈപ്പ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എസ്പെഷ്യലി ഫോർ ബിഗിനർ IELTS ആസ്പിറൻസ്, ഓക്കെ, IELTS എന്നുള്ളൊരു പ്രാക്ടീസിലേക്ക് സ്റ്റാർട്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് എസ്പെഷ്യലി ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞാൻ ടാസ്ക് 2ൻ്റെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് എക്സാമിന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും യു ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് നമ്മളുടെ യൂട്യൂബ് ക്ലാസ്സസിലൂടെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം യു ക്യാൻ, ആഫ്റ്റർ ഓൾ ഐ ക്യാൻ ഗിവ് യു എഷ്യൂറൻസ്. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 8 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ടാസ്ക് 2ൽ വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് നമ്മൾ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളൊരു ടൈപ്പ്. അതായത് നമുക്കൊരു കോൺസെപ്റ്റ് തരുന്നു, എന്നിട്ട് ആ കോൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ചോദിക്കുകയാണ്. ഓക്കെ, പിന്നെ ഒരു ടൈപ്പാണ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി. ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് തരുന്നു, എന്നിട്ട് അതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുവോ അതോ ഡിസഗ്രി ചെയ്യുന്നുവോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അനദർ ഒരു തേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി എന്നാണ്. ഒരു കോൺസെപ്റ്റ് തരുന്നു ഇതുപോലെ തന്നെ, എന്നിട്ട് ആ കോൺസെപ്റ്റിനോട് നമ്മൾ എത്രത്തോളം നമ്മളുടെ ഒരു എഗ്രിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയാണ് ഇതിലൂടെ അവർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു 4th ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈസ് ദിസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ട്രെൻഡ് എന്ന് ചോദിക്കുകയാണ്. ഒരു കോൺസെപ്റ്റ് തന്നിട്ട് ചോദിക്കുകയാണ്, ഇത് നല്ലതാണോ ഈ ഒരു ട്രെൻഡ് അതോ ചീത്തയാണോ. അങ്ങനെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട്സ് യുവർ ഒപ്പീനിയൻ. സ്ട്രെയിറ്റ് അവേ ഒരു കോൺസെപ്റ്റ്
നിങ്ങളുടെ മുമ്പിൽ അവർ പ്രസൻറ്റ് ചെയ്യാണ് ഒരു സിനാരിയോ, ഒരു സോഷ്യൽ കണ്ടീഷൻ, ഓക്കെ, എന്നിട്ട് ചോദിക്കുകയാണ് വാട്ട്സ് യുവർ ഒപ്പീനിയൻ, ഇതിനോട് നിങ്ങളെ അഭിപ്രായം എന്താണ്. ദിസ് ഈസ് ഓൾസോ അനദർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കോസസ്, ഇഫക്ട്സ് ആൻഡ് സൊല്യൂഷൻ. ഒരു ഇൻ്റർനാഷണലി നോട്ടീസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ കാരണങ്ങൾ, ഇതെങ്ങനെ ഇഫക്റ്റ് ചെയ്യുന്നു, ആൻഡ് ഇതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്. സോ ഇത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ടൈപ്പാണ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ. സോ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് അത് ഈ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഒരു കോൺസെപ്റ്റ് തന്നിട്ട് 2ഉം 3ഉം ക്വസ്റ്റ്യൻ മാർക്ക് അതിൽ കാണുമ്പം നാച്ചുറലി വി ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇതിൽ ഒരു പക്ഷേ കാൻഡിഡേറ്റ്സിന് ഏതെങ്കിലും 1ഓ 2ഓ ആസ്പെക്ട്സ് മാത്രം അതിൽ കവർ ചെയ്തിട്ട് ഒന്നിനെ അവോയ്ഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. സോ ഇതില്ലാണ്ടിരിക്കാനാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ കമ്മിങ് വീഡിയോസിൽ ഓരോന്നെടുത്തിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അനദർ വേറൊരു രീതി എന്ന് പറയുന്നത് ഔട്ട്വേ എസ്സേ ആണ്. ഇതുപോലെ തന്നെ നമുക്കൊരു കോൺസെപ്റ്റ് അവർ തരുന്നു, എന്നിട്ട് അതിനോട് ടു ഡു ദ അഡ്വാൻറ്റേജസ് ഔട്ട്വേ ഡിസഡ്വാൻറ്റേജസ്. നമുക്കറിയാലോ ഔട്ട്വേ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് തന്നെ ഏതാണ് കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്. സോ അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ, അത് ഏതാണോ കൂടുതൽ നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, സോ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ യു ക്യാൻ എക്സ്പെക്ട് ഇൻ ദ കമ്മിങ് വീഡിയോസ്. ഇപ്പം ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യനെ ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഒരു IELTS എസ്സേ ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ എത്ര പാരഗ്രാഫ് യൂസ് ചെയ്ത് എഴുതണം എന്നുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോകാം. ഒരു 4 to 5 paragraphs I would suggest you to write an IELTS Task 2 essay. ഓക്കെ, ഒരു 4 to 5 പാരഗ്രാഫ്സിൽ നമുക്ക് എഴുതിയാൽ മതി. അതാണ് ഒരു നോർമൽ രീതി. ഒരു അത്യാവശ്യം നല്ല സ്കോറിങ്ങിന് ആവശ്യമുള്ള ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു 4ഓ 5ഓ പാരഗ്രാഫിൽ ഒരു ഷോർട്ട് എസ്സേ എഴുതാം. ഓക്കെ, ഈ 4ഓ 5ഓ പാരഗ്രാഫിൽ എന്തൊക്കെ എഴുതണം? കമ്മിങ് ടു ദാറ്റ് പോയിന്റ്, ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എഴുതുന്നത് പാരഫ്രേസ് ആണ്. ഈ പാരഫ്രേസ് നമ്മളുടെ ടാസ്ക് 1 വീഡിയോയിലും ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും പാരഫ്രേസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിക്കുന്നു, നമ്മൾ നമ്മളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ അതിനെ മനസ്സിലാക്കിയെടുക്കുന്നു, മീനിങ്ങോ അതിലെ ഗ്രാമറോ മാറാതെ ആ ക്വസ്റ്റ്യൻ നമ്മൾ റീറൈറ്റ് ചെയ്യുന്നു, റീഫ്രേസ് ചെയ്യുന്നു. ഇതാണ് പാരഫ്രേസ്. ഓക്കെ, ഈ പാരഫ്രേസ് ടാസ്ക് 1ലും 2ലും നമുക്ക് ആവശ്യമാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതുന്നത്. പക്ഷേ ടാസ്ക് 2ൽ ഈ പാരഫ്രേസിൻ്റെ കൂടെ നമ്മൾ വേറൊരു കാര്യം കൂടെ എഴുതുന്നുണ്ട്, തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ്സ് ലൈക്ക് ആക്ച്വലി എ ബ്ലൂ പ്രിൻറ്റ് അല്ലെങ്കിൽ ഒരു ക്ലൂ ഗിവിങ്, ഹിൻറ്റ് ഗിവിങ് എന്നൊക്കെ പറയാം. ഓക്കെ, അതായത് നമ്മൾ എന്ത് ബോഡി പാരഗ്രാഫിൽ എഴുതുന്നുവോ, വാട്ട് യു ഗോണ റൈറ്റ് ഇൻ ദ അപ്കമിങ് പാരഗ്രാഫ് ഓഫ് യുവർ എസ്സേ, അതിൻ്റെ ഒരു ക്ലൂ ഗിവിംഗ് ആണ് അല്ലെങ്കിൽ ഒരു ഹിൻറ്റ് ഗിവിംഗ് ആണ് നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതുന്നത്. സോ എങ്ങനെ നല്ലൊരു തീസിസ് എഴുതണം, എങ്ങനെ നല്ലൊരു പാരഫ്രേസ് എഴുതണം എന്നൊക്കെ ഓൾ വീഡിയോസ് യു ക്യാൻ എക്സ്പെക്ട് ഇൻ ദ കമ്മിങ് സെഷൻസ്. ഓക്കെ, ഇപ്പം ഞാനൊരു ഷോർട്ടായിട്ട് അതിനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഡീറ്റെയിൽ യു ക്യാൻ എക്സ്പെക്ട് ലേറ്റർ. സോ ഈ 2 കാര്യമാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതുന്നത്, പാരഫ്രേസ് ആൻഡ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ഹിൻ്റാണോ നമ്മൾ കൊടുത്തത് അതിനെ നമ്മളൊരു ഇത്തിരി കൂടെ എക്സ്പാൻഡ് ചെയ്ത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് നമ്മളതിനെ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്യുകയാണ് അതിന് താഴെയുള്ള ബോഡി പാരഗ്രാഫ്സിൽ നമ്മൾ ചെയ്യുന്നത്. ബോഡി പാരഗ്രാഫ് നമുക്കൊരു 2 ബോഡി പാരഗ്രാഫോ അല്ലെങ്കിൽ 3 ബോഡി പാരഗ്രാഫോ നമുക്ക് എഴുതാം. അത് നമ്മളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചും ദ വേ നമ്മൾ എഴുതുന്ന ആ രീതിക്ക് അനുസരിച്ചും നമുക്ക് അത് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, പക്ഷേ നമ്മളെപ്പോഴും ഒരു ബോഡി പാരഗ്രാഫ് എഴുതുമ്പോൾ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ദ മെയിൻ സെൻറ്റൻസ്. നമ്മൾ റീഡറിനെ അട്രാക്റ്റ് ചെയ്യാൻ, ഓക്കെ, ഇംപ്രസ് ചെയ്യാൻ ഒരു ബോഡി പാരഗ്രാഫ് എപ്പോഴും നമ്മളൊരു മെയിൻ കോൺസെപ്റ്റിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ആ കോൺസെപ്റ്റ് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യണം, പിന്നെ അതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ നമ്മളൊന്ന് എക്സാമ്പിൾ കൊടുക്കണം. സോ ഇങ്ങനെ IELTSന് അതിൻ്റേതായ ഒരു സർട്ടൻ രീതിയുണ്ട്. ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ഒരു എസ്സേ എഴുതി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർഡ് സ്കോർ കിട്ടുന്നതാണ്. ഫോർ ദാറ്റ് ഐ വിൽ ഗൈഡ് യു ഇൻ ദ അപ്കമിങ് വീഡിയോസ്. ഓക്കെ, ഇനി ഈ ബോഡി പാരഗ്രാഫ്സ് കഴിഞ്ഞാൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ എസ്സേ. സോ ലാസ്റ്റ് പാരഗ്രാഫ് ഇസ് ഓൾവേസ് കൺക്ലൂഷൻ ഓഫ് ദ എസ്സേ. കൺക്ലൂഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ന്യൂ പോയിൻറ്റ്സും കൺക്ലൂഷനിൽ നമ്മൾ ആഡ് ചെയ്യില്ല. എന്താണോ നമ്മൾ ഇത്രയും സമയം എഴുതിക്കൊണ്ട് വന്നത് അതിൻ്റെ ഒരു സമ്മിങ് അപ്പ് മാത്രമായിരിക്കും കൺക്ലൂഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ആൻ IELTS essay. ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഞാൻ പറയാൻ പോകുന്നത്,
ക്രൈറ്റീരിയ ഫോർ അസസ്മെൻ്റ് ആണ് അല്ലേ. പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് IELTS റൈറ്റിംഗ് മാർക്ക് ചെയ്യുന്നത്. സബ്ജക്റ്റ് നോളജ് ഒരു പ്രശ്നമാണോ, അത് മാറ്ററാണോ, ഗ്രാമർ പ്രശ്നമാണോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. സോ എപ്പോഴും ശ്രദ്ധിക്കുക, 4 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്, അതായത് 4 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് IELTSൻ്റെ റൈറ്റിംഗ് സ്കോർ ഇടുന്നത്. ഓക്കെ, മാർക്ക് ചെയ്യുന്നത്. ഈ 4-ൽ ഓരോന്നിനും 25% ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് 1 ആണ് ടാസ്ക് അച്ചീവ്മെൻറ്റ് ആൻഡ് ടാസ്ക് റെസ്പോൺസ്. ഈ ടാസ്ക് അച്ചീവ്മെൻറ്റ് മെയിൻലി ടാസ്ക് 1-നുള്ളതാണ്, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടാസ്ക് 2 അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ടാസ്ക് റെസ്പോൺസ് എന്ന് പറയുന്ന ഈ ടേം വരുന്നത്. സോ ബട്ട് ടോട്ടൽ എന്താ ഇത് രണ്ടുകൊണ്ടും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സിംപ്ലി ദ വേ യു റെസ്പോണ്ട് ടു എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിൽ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതിൻ്റെ ആൻസർ എഴുതുന്നു. ഓക്കെ, ഇതാണ് ടാസ്ക് റെസ്പോൺസ് ആൻഡ് ടാസ്ക് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് 25% ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ യു ക്യാൻ എക്സ്പെക്ട് ലേറ്റർ. ഇനി സെക്കൻഡ് ക്രൈറ്റീരിയൻ ആണ് കൊഹിഷൻ ആൻഡ് കൊഹിറൻസ്. കൊഹിഷൻ ആൻഡ് കൊഹിറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിലും അത് ടാസ്ക് 1-ൻ്റെ കേസിൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദ വേ യു ആർ ഏബിൾ ടു യൂസ് കണക്റ്റേഴ്സ് അല്ലെങ്കിൽ കൺജങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സെൻറ്റൻസസും പാരഗ്രാഫും നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് അതിനെ മീനിങ് ഫുൾ ആക്കാൻ പറ്റിയാൽ നിങ്ങളെ കൊഹിഷൻ ക്രൈറ്റീരിയൻ സേഫാണ്. അതുപോലെ തന്നെ ഈ എസ്സേ ത്രൂ ഔട്ട് ഒരു ലോജിക്കൽ സീക്വൻസിൽ കണ്ടിന്യൂറ്റിയിൽ അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളെ കൊഹിറൻസ് സൈഡും സേഫാണ്. സോ ഇതിന് രണ്ടിനും കൂടെ another 25%. ഓക്കെ, ഇനി തേർഡ് ക്രൈറ്റീരിയൻ ഫോർ അസസ്മെൻറ്റ് ആണ് ലെക്സിക്കൽ റിസോഴ്സ്. ലെക്സിക്കൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ലെക്സസ് അറിയാലോ, വൊക്കാബുലറി എന്നാണ്. ഓക്കെ, വൊക്കാബുലറി. സോ നമുക്കറിയാം ടാസ്ക് 2 ഒരു ഫോമൽ എസ്സേ ആണ്. അപ്പോൾ അതിൻ്റേതായ ഫോർമാലിറ്റിയിൽ യു ഹാവ് ടു യൂസ് വൊക്കാബുലറീസ്. അതിനൊരു ഇൻഫോർമൽ ടച്ച് അവിടെ വരരുത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഫോർമൽ വൊക്കാബുലറി യൂസ് ചെയ്യുന്ന രീതി, ഹൗ ഫാർ യു ആർ ഏബിൾ ടു യൂസ് ബെറ്റർ വേർഡ്സ്. ഓക്കെ, നല്ല വേർഡ്സ്, സിനണിംസ്, ആൻറ്റണിംസ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എൻറ്റയർ എസ്സേ എത്രത്തോളം അതിനെ ഭംഗിയാക്കുന്നോ അതിനാണ് നിങ്ങൾ ഈ 25% ലെക്സിക്കൽ റിസോഴ്സ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്ന ക്രൈറ്റീരിയൻ ആണ് ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി, ദാറ്റ് ഈസ് ഗ്രാമർ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ലെക്സിക്കൽ റിസോഴ്സിലാണ്. ഈവൻ നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഈ ലെക്സിക്കൽ റിസോഴ്സ് എന്ന് പറയുന്ന ഈ ക്രൈറ്റീരിയനിലാണ് വരിക. സോ വെൻ യു റൈറ്റ് സെൻറ്റൻസസ് മേക്ക് ഷുവർ ദാറ്റ് it doesn't have any kind of spelling mistake. ഓക്കെ, പിന്നെ വരുന്നതാണ് ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി, ദാറ്റ്സ് അബൌട്ട് ഗ്രാമർ. സോ അത് കോമ്പൗണ്ട് സെൻറ്റൻസസ്, കോംപ്ലെക്സ് സെൻറ്റൻസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബെറ്റർ ഗ്രമാറ്റിക്കൽ യൂസേജസ് ഒക്കെ കൊണ്ടുവന്നിട്ട് യു ഹാവ് ടു മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ്. എനിവേ, ദീസ് ആർ ദ 4 criteria to assess your writing module, both task 1 and task 2. ഓക്കെ, ഇനി ഈ IELTS എസ്സേ റൈറ്റിംഗ് അത് ടാസ്ക് 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ, അതിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ഡോൺസ് ആണ് ഞാൻ ഇനി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അതിൽ എന്തുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യുന്നു എന്ന് വെച്ചാൽ, നമ്മൾ സ്കൂൾസിലും ഒരുപാട് എസ്സേ റൈറ്റിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു രീതിയും ഇതും ഒരിത്തിരി ഡിഫറൻസ് ഉണ്ട്. IELTS അതിൻ്റേതായ ഒരു രീതിക്കാണ് എസ്സേ റൈറ്റിംഗ് ആയാലും ടാസ്ക് 1 ആയാലും നിങ്ങളുടെ അടുത്തൊന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുമ്പം, ഡോണ്ട് മേക്ക് ഇറ്റ് ഇൻഫോർമൽ. ദാറ്റ് ഈസ് എ നമ്പർ 1 ടിപ്പ്. നമ്പർ 1 തിങ് വിച്ച് യു ഡോണ്ട് ഡു ഇൻ യുവർ എസ്സേ എന്ന് പറഞ്ഞാൽ, ഡു നോട്ട് മേക്ക് ഇറ്റ് ഇൻഫോർമൽ. യുവർ എസ്സേ ഷുഡ് ഓൾവേസ് റിഫ്ലക്റ്റ് എ ഫോർമാലിറ്റി ത്രൂ ഔട്ട്. ഈ ഫോർമാലിറ്റി എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ, യൂസിങ് ഫോർമൽ വൊക്കാബുലറി, ലെസ് കോമൺ വൊക്കാബുലറി, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്താൽ, പിന്നെ കുറച്ച് പാസീവ് വോയിസ് ഒക്കെ യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സൗണ്ട് ഫോർമാലിറ്റി ഇൻ യുവർ എസ്സേ. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ, ഡു നോട്ട് യൂസ് കൺട്രാക്ഷൻസ്. കൺട്രാക്ഷൻസ് ആർ ഓൾവേസ് എ പാർട്ട് ഓഫ് ഇൻഫോർമാലിറ്റി. നമ്മളിപ്പോൾ ഡു നോട്ട് എന്നുള്ളൊരു വേർഡിന് പകരം ഡോണ്ട് എന്ന് എഴുതുമ്പോൾ അത് കൺട്രാക്ഷൻ ആണ്. ഡു നോട്ടിനെ നമ്മൾ ഷോർട്ടൻ ചെയ്ത് ഡോണ്ട് ആക്കി, കനോട്ടിനെ നമ്മൾ ഷോർട്ടൻ ചെയ്ത് കാൻറ്റ് ആക്കി. സോ ഇതൊക്കെ പാർട്ട് ഓഫ് ഇൻഫോർമാലിറ്റിയാണ്. സോ ട്രൈ ടു അവോയ്ഡ് ദിസ് കൈൻഡ് ഓഫ് കൺട്രാക്ഷൻസ്. തേർഡ് എന്ന് പറഞ്ഞാൽ, ഡു നോട്ട് അണ്ടർലൈൻ. ഡു നോട്ട് യൂസ് അണ്ടർലൈൻ ആൻഡ് inverted commas. Okay, because these kind of things have a kind of, gives you a kind of informal touch in your essay, so better not to use it. നമ്മൾ സ്കൂൾസിലൊക്കെ എസ്സേ എഴുതുമ്പോൾ നമ്മൾ മെയിൻ പോയിന്റ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ അണ്ടർലൈൻ ചെയ്യും. അതുപോലെ ആരുടെയെങ്കിലുമൊക്കെ വേർഡ്സ് നമ്മൾ കോട്ട് ചെയ്യും. സോ ഇങ്ങനെയുള്ള ക്വട്ടേഷൻസ്
അതുപോലെ തന്നെ അണ്ടർലൈനിങ് ട്രൈ ടു അവോയ്ഡ് ഇൻ യുവർ എസ്സേ. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ ആണ് ഡു നോട്ട് യൂസ് പ്രോവർബ്സ് and better not to use too many idioms. Okay, proverbs നമുക്കൊരു ഫോമൽ ടച്ച് ഒരിക്കലും തരില്ല. ഓക്കെ, സോ അത് അവോയ്ഡ് ചെയ്യുക. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ടോക്കിംഗ് അബൌട്ട് ഇഡിയംസ്, യു നോ, മുമ്പൊക്കെ IELTS റൈറ്റിംഗിൽ ഇഡിയംസ് ഒട്ടും അക്സെപ്റ്റഡ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേ ആർ എ ബിറ്റ് ലീനിയൻറ്റ് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് ഇഡിയംസ് യൂസ് ചെയ്യാം, പക്ഷേ അത് ഒരുപാടാവരുത്. അറ്റ് ദ സെയിം ടൈം അത് ഔട്ട് ഓഫ് പ്ലേസ് ആവരുത്. ഇറ്റ് ഷുഡൻറ്റ് ബി ആർട്ടിഫിഷ്യൽ. ദാറ്റ്സ് വാട്ട് ഐ മീൻ. ഓക്കെ, സോ ഓൾവേസ് നാച്ചുറൽ ആയിട്ടുള്ള പ്രോപ്പർ മീനിങ് കൺവേ ചെയ്യുന്ന പ്രോപ്പർ സ്ട്രക്ചറിൽ തന്നെ അതിൻ്റെ ആ രീതിക്ക് തന്നെ എക്സാക്ട്ലി നിങ്ങൾക്ക് എഴുതാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഇഡിയംസ് യൂസ് ചെയ്യാം. ബട്ട് ഡു നോട്ട് ഫിൽ യുവർ എൻറ്റയർ എസ്സേ വിത്ത് ടു മെനി ആർട്ടിഫിഷ്യൽ ഇഡിയംസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു IELTS എസ്സേ എഴുതുമ്പോൾ നമ്മളെപ്പോഴും അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. സോ ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് എ ബേസിക് ഐഡിയ അബൌട്ട് IELTS writing task 2, and you'll be having many more classes regarding all the 4 modules. Okay, thank you. Happy learning.